വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ലയൺസ് സുഹൃത്തുക്കൾക്ക് വളരെയധികം ഗുണകരമാണ്. എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകാൻ പല വിധത്തിലുള്ള ഫാക്കൽറ്റികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു അറിവും കുറവല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് 318A ഡിസ്ട്രിക്ട് ഇന്ന് നിലകൊള്ളുന്നത്. എനിക്ക് 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻസിന്റെ കുറവ്. അത് സ്ഥിരമായി കയറുന്ന കുറച്ച് പേരുണ്ട്. അവര് ദയവ് ചെയ്ത് അവരെ ക്ലബില് കൃത്യമായി തന്നെ അറിയിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളെ ഈ പ്രോഗ്രാമില് പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ കയറിയ 26 പേരും ഓരോ മെമ്പർമാരെ അടുത്ത ആഴ്ച ഈ അടുത്ത മൺഡേയിലുള്ള റോറിംഗ് മൺഡേയിൽ ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു 100% ഗ്രോത്ത് ആയിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് പൂർണ്ണമായും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സുരേഷ് വാര്യരെ ഔദ്യോഗികമായി പരിചയപ്പെടുത്തും. അദ്ദേഹം നല്ലൊരു ട്രെയിനറാണ്. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയതിൽ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടെ തന്നെയാണ് നമ്മൾ കാണുന്നത്. 318Aക്ക് നല്ലൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും വരുന്ന ഫാക്കൽറ്റികൾ വളരെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ മെമ്പേഴ്സിന് പല അറിവുകളും പകർന്നു തരാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചയും നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹത്തിനോടൊപ്പം 318Aയിലേക്ക് ഇതിനു വേണ്ടി ഒരു സമയം ചെലവഴിച്ച അദ്ദേഹത്തോടുള്ള കടപ്പാട് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. താങ്ക് യു സുരേഷ് വാര്യർ ജി. നമസ്കാരം. കൂടുതൽ സംസാരിക്കുന്നതിൽ പ്രയോജനമില്ല. സുരേഷ് വാര്യരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് കേൾക്കാനാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഔപചാരികയുടെ പേരിൽ ഈ റോറിംഗ് മൺഡേ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഡിക്ലെയർ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ഡി ജി. ഡിജിയുടെ രീതിയിൽ തന്നെ പറയുകയാണ്, നമ്മൾ നാളെ നമ്മൾ ഓരോ ആഴ്ചയും എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഈ ആഴ്ചയിൽ നടക്കുന്ന ഡിസ്ട്രിക്ട് ഇവന്റുകൾ കൂടി ഇതിനോടൊപ്പം ഒന്ന് പറയുന്നത് നമുക്ക് നന്നായിരിക്കും. ചിലപ്പോൾ ഡി ജി പറയാൻ വിട്ടുമായിരിക്കും. നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ നാളെ നടക്കുകയാണ്. അതുകൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി റീജിയൻ ചെയർമാൻ റീജിയൻ 10 ലയൺ രാജഗോപാൽ അവരുകളെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഘോഷ് എന്നാണ് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഘോഷ് സാർ ചെയ്ത്. രാജഗോപാൽജി വളരെ ഒരിക്കൽ സ്വാഗതം കൂടി ചെയ്യുന്നു അങ്ങേ. അതുപോലെ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തുന്നതിന് വളരെ ഹൃദ്യമായി താങ്കളെ ക്ഷണിച്ചുകൊള്ളുന്നു. Our beloved DG Land PMGF Jane Ghosh sir, the great speaker MGF Land Suresh Varya. Very good evening all. I am very glad to introduce today's speaker, first PDG of District 318C, Lion MGF Suresh Varya sir. He done numerous faculties such as Faculty Development Institute, Advanced Land Leadership Institute, Emerging Land Leadership Institute, Presidential Academies, Regional Land Leadership Institute, PhD Academies, and Leadership Academies. And also is an international trainer of Junior Chamber, over 33 years experience as an international corporate trainer, having more than 400 clients in India. He conducted more than 5,500 training programs, and he is a land certified instructor. He is also a committed social worker that extends president of Hakim Nagar Residential Association, president of All Kerala Chemist and Druggist Association in Thrissur district, statewide president for Federation of Professional Trainer Firms, and past president of Chancellor's Club Thrissur, past president PT of Vaidya Academy Thrissur,
past president of Speaker Forum, Thrissur. He also a successful entrepreneur. 20 years of experience in multinational pharma company as a regional, divisional, and social head of marketing department and training department. He is managing partner in US Pharma and managing partner in Everest Fuels, director of Kano Pharma, director of Vaidya Mandiram Hospital Private Limited, and partner Heritage Automotive and partners associate, news associate. With the ways and proudly introduce MJF Suresh Vari sir. Thank you. വേറെ ഫ്ലോർ എനിക്ക് തന്നതാണോ? ഒരു സെക്കൻഡ്. ഓക്കെ രാജഗോപാൽ, താങ്ക് യു ഫോർ നൈസ് ഇൻട്രൊഡക്ഷൻ. സർ സുരേഷ് സാർ, ഫ്ലോർ ഈസ് യുവർ സർ. താങ്ക് യു കബീർ. പ്രിയങ്കരനായ, ഞാനൊന്ന് എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാണുന്നുണ്ട് ഉണ്ടല്ലേ? ഇനി ഇതിലിപ്പോ എവിടെയാണ് നമ്മുടെ സാധനം? 318 അത് തപ്പാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഈ സൂം പരിപാടി നിർത്തിയോണ്ടേ ഇപ്പൊ അപ്ഡേറ്റഡ് ആയതൊന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഞാൻ എന്റെ മൊബൈൽ കൂടി ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ അറിയണല്ലോ എന്താ നടക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് വളരെ സന്തോഷം ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. കബീർദാസും അതുപോലെ ഇവിടെ ജയചന്ദ്രനുണ്ട്. അതുപോലെ ഇവരൊക്കെ FDIയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അന്ന് ഞാനൊരു ഫാക്കൽറ്റി ആയിരുന്നു. അതോടൊപ്പം തന്നെ പഴയ സുഹൃത്തുക്കൾ കുറെ പേരുണ്ട് ഇതിനുള്ളിൽ. പ്രസാദിനെ കണ്ടൊരു നോട്ടം, ഞങ്ങളുടെ മരുന്ന് വ്യാപാര സംഘടന ഭാരവാഹിയായിരുന്ന ജയരാജിനെ കണ്ടു. അതുപോലെ സിന്ധു സ്ഥിരമായിട്ട് എവിടെ പരിപാടി നടത്തുന്നുണ്ടെങ്കിലും അവിടെ വന്ന് തല കാണിച്ചു പോണ ഒരാളാണ്. അതൊക്കെ എനിക്ക് അപകടമാണ്. കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ടാവുന്നത് കൂടുതലുണ്ടാവുന്നത്. അതുപോലെ ഞാൻ ജെയിൻ അവസാനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ജെയിൻ, ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഹ്യൂമൻ മാഗ്നറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ ടോപ്പിക്കും ജെയിനും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക്കിനൊരു പേര് ഇട്ടത്. സംഗതി ഹ്യൂമൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാം അത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമായ ഒരു സംഭവമാണ് എന്ന് നിങ്ങൾക്കറിയാം. ആദ്യമായിട്ട് ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കബീറെ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ, ഞാനൊരു ഇലക്ഷന് മത്സരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ജെയിൻ സി ജോബ് കുമ്മംകുളത്താണ് അദ്ദേഹത്തിന്റെ നാട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പരിപാടികളിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മുഖം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഓണാഘോഷത്തിന്റെ സമയത്ത് ഇതേപോലെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം രഹസ്യമായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി ചില ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു, ഒരു ദിവസം രാവിലെ 20 പേരെങ്കിലും ഫോണിൽ വിളിക്കണം, അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കണം. ആ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് താങ്കൾക്ക് അതിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ കാണുമ്പോഴും ഈ ജയിക്കണമെങ്കിൽ അത് ബന്ധങ്ങൾ മാത്രമായതുകൊണ്ടാണ്, ഒരു ട്രെയിനർ ആയതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജെയിൻ സി ജോബ്. അപ്പോ അത്തരത്തിലുള്ള ആളുകളുടെ എന്താ പറയാ, നമ്മളോടുള്ള ആ ഒരു താല്പര്യം അവർ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല നിലയ്ക്കുമുള്ള അടുപ്പത്തിന് കൂടുതൽ സാധ്യത തെളിയിച്ചു എന്നുള്ളതാണ്. അതുകൂടി ഒന്നിവിടെ പറഞ്ഞ് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു ടോപ്പിക്ക്, ഈ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. കാരണം പല സന്ദർഭങ്ങളിലും ഞാൻ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോരാറുള്ളത് എന്നത്.
ഞാൻ ഒന്ന് രണ്ട് പേരോട് സൂചിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എൻ്റെ ജയം കഴിഞ്ഞതിന് ശേഷം ഒരു 5 ദിവസം ഒരു ഇൻസിഡന്റ് പറഞ്ഞു തുടങ്ങാണ്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ലുങ്കിയൊക്കെ എടുത്ത് അദ്ദേഹം കയറി വന്നു. കഷത്തിൽ ചുരുട്ടി പിടിച്ച ഒരു പേപ്പറും ഉണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ട് നല്ല പരിചയമുണ്ട്, കാരണം ഇദ്ദേഹത്തെ പല സ്ഥലത്തും കാണാറുണ്ട്, ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്, പല സ്ഥലത്തും കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, സാർ ഞാൻ മണി എന്നാണ് എൻ്റെ പേര്, സീതാറാം മില്ലിലെ തൊഴിലാളിയാണ്. സീതാറാം മില്ല് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വലിയൊരു ടെക്സ്റ്റൈൽ മില്ലായിരുന്നു. ഇപ്പൊ അതത്ര ഇതില്ല. അപ്പൊ ചോദിച്ചു, എന്താ മണി എന്ന് ചോദിച്ചപ്പോ അതേ ആ പേപ്പർ നിർത്തിയപ്പോ അതില് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് വാര്യർ പറഞ്ഞൊരു ഫോട്ടോ സഹിതം അതിലുണ്ട്. എന്നിട്ട് ഈ ഫോട്ടോ കാണിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് അന്നേ അറിയാം സാറ് ഇതിൻ്റെയൊക്കെ വലിയ ആളാവുന്നു. അല്ലാതെ വൈസ് ഗവർണർ എന്ന് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല, എന്താന്നും അറിയില്ല. അന്നേ അറിയാം സാർ ഇതിന്റെ വലിയ ആളാവുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാണ് ഉദ്ദേശിക്കുന്നത് മണി? സാറേ, അത് 21 വർഷങ്ങൾക്ക് മുന്നത്തെ കഥയാണ്. അപ്പൊ ചോദിച്ചു, എന്താ മണി ഉദ്ദേശിക്കുന്നത്? സാറേ, സാറിന് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നിങ്ങളുടെ ക്ലബ്ബ് നടത്തിയ ഒരു തിമിര പരിശോധനാ ക്യാമ്പിൽ വെച്ച് എനിക്ക് തിമിരമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എൻ്റെ വലത്തെ കണ്ണിന് കാറ്ററാക്ട് ഓപ്പറേഷൻ നടത്തി, തിമിര ശസ്ത്രക്രിയ നടത്തി. തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ, അന്ന് 21 കൊല്ലം മുന്നത്തെ സ്ഥിതി എന്താ വെച്ചാൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കും, പിന്നെ അവർ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു ബസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യാം. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടത് സാറും സാറിന്റെ ക്ലബിലെ ഒരു ഡോക്ടറും കൂടിയാണ്. സാറിന് അത് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ അവിടെ ഇവിടെയൊക്കെ കാണുന്നല്ലാതെ എനിക്ക് അത്ര അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, സാറ് ബൈക്കിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും ഒക്കെ സാറിനെ പല സ്ഥലത്തും കാണുമ്പോൾ മാറി നിന്ന് ഞാൻ പ്രാർത്ഥിക്കും, സാറിന് ദീർഘായുസ് നൽകണമേ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചൊരു പോയിന്റ്, നമ്മളൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, VIP എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ജയിച്ചപ്പോ കോട്ടൊക്കെ ഇട്ടിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ധാരണ VIP എന്നാണ്. പക്ഷെ VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. VOP എന്ന് പറഞ്ഞാൽ വെരി ഓർഡിനറി പേഴ്സൺ ആണ്. VSP എന്ന് വേണമെങ്കിൽ പറയാൻ വെരി സക്സസ്ഫുൾ പേഴ്സൺ. പക്ഷേ VUP എന്നൊരു വാക്ക് നമ്മൾ ഓർക്കുക, അതിൻ്റെ അർത്ഥം വെരി യൂസ്ഫുൾ പേഴ്സൺ എന്നാണ്. എന്നാണോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട ഒരു വ്യക്തിയായി നാം മാറുന്നുവോ അന്ന് നമ്മൾ അവരുടെ മനസ്സിൽ ഒരിടം പിടിക്കും എന്നുള്ളതാണ്. എന്നെ ഈ പറഞ്ഞ മണിയുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ബാനർ ലയൺസ് ക്ലബ്ബാണ് എന്ന കൃതാർത്ഥതയോടും ആത്മാർത്ഥതയോടും ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ ഈ സെഷൻ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരു യൂസ്ഫുൾ പേഴ്സണായി മാറുക. നമ്മൾ ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നമുക്ക് ഒരു യൂസ്ഫുൾ ആണ്, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണ്, നമുക്കും യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ്. അതാണ് ഒരു ഹ്യൂമൻ മാഗ്നറ്റായി മാറുക എന്നുദ്ദേശിച്ചതിൻ്റെ അർത്ഥം. മനുഷ്യ കാന്തമായി മാറുക. ഈ പിക്ചറിനെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ ആളുകളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ആളുകളായി മാറുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം പറയുന്ന സാധനമാണ് ദ ഗ്ലോബ് ഈസ് ഷ്രിങ്കിങ്. ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ദ ഗ്ലോബ് ഈസ് ഷ്രിങ്കിങ്. ബട്ട് ആർ വി എക്സ്പാൻഡിങ് ടു മീറ്റ് ദ ഗ്ലോബൽ ചേഞ്ചസ്? ഈ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തില് നമ്മൾ ആ ലോകത്തിനനുസരിച്ച് മാറാൻ ശ്രമിക്കാറുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ബന്ധങ്ങളും വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കൈക്കുമ്പിളിലേക്ക് ഒതുങ്ങുമ്പോൾ, ഇന്നിപ്പോ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എങ്ങനെയാണെന്നാലും ചോദിക്കേ, ഇതിലിരിക്കുന്ന മിക്ക ആളുകളുടെയും മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പലരൊക്കെ ഓഫാക്കിയിരിക്കുക. ചിലരൊക്കെ ചിലപ്പോ കബീർദാസിനെയോ അല്ലെങ്കിൽ ജയിനെയൊക്കെ എന്താ പറയാ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓണാക്കി വെച്ച് വല്ലയിടത്തേക്കൊക്കെ പോയവരുണ്ടാകാം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് പോട്ടെ. എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതിലൂടെ നമ്മൾ അറിയാതൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും ഇപ്പൊ ഞാനിങ്ങനെ നോക്കുകയാണ്, ഇതിലൊരു ബാലകൃഷ്ണനെ കാണാനുണ്ട്, NVR പിള്ളയുണ്ട്,
അതുപോലെ നന്ദനെ ഇടയ്ക്ക് മറ്റേ ഇതിന്റെ ക്വസ്റ്റ്യന്റെ പ്രോഗ്രാമിനൊക്കെ കാണുന്ന ആളാണ്. അതുപോലെ പലരെയും നമ്മൾ ഇതിലിങ്ങനെ കാണുമ്പോൾ സിന്ധു എന്ന് പറഞ്ഞ് ഞാൻ സ്ഥിരമായിട്ട് പ്രോഗ്രാം കാണുക, മൾട്ടിപ്പിൾ ക്യാബിനറ്റ് മീറ്റിങ്ങിനൊക്കെ കൗൺസിലിനൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇവിടെ കാണുമ്പോൾ അറിയാതെ വീണ്ടും ആ ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാലഞ്ചസ് ഒക്കെ ഉൾക്കൊള്ളാൻ ബന്ധങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കുറച്ച് സമയം കുറവായത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് അല്ലെങ്കിൽ ആ ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാലും മതി കേട്ടോ, അത് കുറച്ചാളേ ഉള്ളൂ. വെറുതെ ഒരു ചോദ്യം. ഗാന്ധി, ഫസലുദ്ദീൻ അടിച്ചിട്ടുണ്ട്, ഗാന്ധി അടിച്ചിട്ടുണ്ട്. വെറുതെ ഇരുന്നിട്ട് ഉറങ്ങണ്ട വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് ഒരു പണി തരുന്നത്. അല്ല, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലരെയും ഓർമ്മ വരാം. പക്ഷെ ഗാന്ധി എന്ന് അടിക്കാനുണ്ടായ ഒരു കാരണം, അദ്ദേഹത്തെ ടൈപ്പ് ചെയ്യാൻ കാരണം, നമ്മുടെ ഉള്ളിലേക്ക് ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു സ്വാധീനം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? മൈക്ക് ഓൺ ചെയ്ത് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, ഇതില് ശരിയും തെറ്റൊന്നുമില്ല. സച്ചിൻ, അജികുമാർ പറഞ്ഞു സച്ചിൻ, ഗവാസ്കർ, അതാ ജയേന്ദ്രൻ സച്ചിൻ പറഞ്ഞു, വീണ്ടും സച്ചിൻ. നോക്കൂ, സച്ചിന്റെ പേരുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഞാൻ ഇന്ത്യയൊക്കെ കാലഘട്ടത്തില്, ആ കാലഘട്ടത്തിൽ സച്ചിൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അന്ന് സുനിൽ ഗവാസ്കറും പട്ടോഡിയും അങ്ങനെയുള്ള എഞ്ചിനീയറും അജിത് വാഡേക്കറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അധികം വന്നിരിക്കുന്ന ഒരു പേര് സച്ചിന്റെയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ സച്ചിൻ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇടം പിടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക? സത്യൻ. ആരാണ് സത്യൻ? സത്യന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സത്യൻ എന്ന് പറഞ്ഞു. മോഹൻപിള്ളയാണോ അത് പറഞ്ഞത്? അതെ. ഓക്കെ. അല്ല, ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. സത്യൻ, പ്രേം നസീർ, മോഹൻലാൽ, ഇങ്ങനെ പല പേരുകളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ഞാനിത് സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. അത് ഫുട്ബോൾ ആണെങ്കിൽ ഒരു പക്ഷേ മെസ്സിയെ പോലെയുള്ള ആളുകളുടെ പേര് വരും. ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു പക്ഷേ രത്തൻ ടാറ്റയെ പോലെയുള്ള ആളുകളുടെ പേര് വരും. ഇവരൊക്കെ, സത്യനായാലും പ്രേം നസീർ ആയാലും മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും, ഇവരൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയിരിക്കുകയാണ്. ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതില് എത്ര മോഹൻലാലുണ്ട്, നെൽസൺ മണ്ടേലയുണ്ട്, ഗാന്ധിജിയുണ്ട്, എബ്രഹാം ലിങ്കൻ ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി, മെസ്സി, കുറച്ച് പേരുടെ ഫോട്ടോ എടുത്തിട്ടു എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറി. ഈ ഹ്യൂമൻ മാഗ്നറ്റ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും, അവരുടെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ ചെന്ന് ഒരു സ്ഥാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ്. Everyone influences someone. We never know who or how much we influence. ഓരോ വ്യക്തികളും ഓരോരുത്തരിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ആരാണ് സ്വാധീനം ചെലുത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് എത്രത്തോളമാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ്. ടോണി റോബിൻസിന്റെ ഏറ്റവും രസകരമായ ഒരു വാചകമാണ്, ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ്. എത്രത്തോളം മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ, കോട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നാം ഇടപഴകുന്ന, നാം ബന്ധപ്പെടുന്ന ആളുകളുടെ ക്വാളിറ്റിയുള്ള ആളുകളുമായിട്ടാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കും ആ മാറ്റം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ മാറ്റമാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം എത്തിച്ചേരുന്നത്. അതിന് വേണ്ട ആദ്യത്തെ ഞാനൊരു 5-8 ടിപ്സ് മാത്രം പറഞ്ഞു പോവാണ്. ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്. പ്ലാസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒന്നിനെ കുറിച്ച് നമുക്ക് പറയാം. കാരണം ഏറ്റവും അധികം ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഇതെങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് നമുക്കറിയില്ല പല ഘട്ടങ്ങളിലും. അപ്പൊ പ്ലാസ്റ്റിക് പോലെ തന്നെ റിലേഷൻഷിപ്പും പ്ലാസ്റ്റിക് ആയ ആളുകളുണ്ട്. കാണുമ്പോൾ പുറത്ത് കാണിക്കുന്ന ആ ജാട മാത്രം, അത് ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് അല്ല. മറ്റുള്ളവരിൽ
അത് സുതാര്യമായ ഒരു താല്പര്യം കാണിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് when you are good to others, you are best to yourself. മറ്റുള്ളവരോട് എങ്ങനെ നന്നായി പെരുമാറുന്നുവോ, അവരോട് എങ്ങനെയൊക്കെ താല്പര്യം കാണിക്കുന്നുവോ, അപ്പോഴൊക്കെ അത് അവനവനോട് തന്നെ താല്പര്യം കാണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. നാം ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഓരോ ആളുകളുമായിട്ട് നാം ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ, എനിക്കിപ്പോൾ അവിടെ കുറെ, ഞാൻ ആറ്റിങ്ങൽ വന്നൊരു പ്രോഗ്രാം ചെയ്തു. ഇതിലിപ്പോൾ പ്രകാശനെ ഞാൻ കണ്ടു, സുധിയുണ്ട്, കബീറുണ്ട്. അവരൊക്കെ എന്നോട് കാണിച്ച ആ സ്നേഹം, ആ ബന്ധം, അത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്താണ് ഒരു സന്തോഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് തരുന്ന വലിയ ഒരു പാഠം തന്നെയാണ്. എൻകറേജ് ഓപ്പൺനെസ്, ഫ്രാങ്ക് ആവുക. പലപ്പോഴും നമുക്കറിയാം, ഞാനിത് ജനറൽ ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. ലയൺസ് പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര പേര് ഓപ്പൺ മനസ്സോടുകൂടി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളില് ക്ലബുകൾ അല്ലെങ്കിൽ മെമ്പർമാരെ അല്ലെങ്കിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഒക്കെ എടുക്കുക. ഞാൻ ഇവിടത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല, എല്ലായിടത്തും അതുപോലെയാണെന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു സ്വയം വിമർശനാത്മകമായി കണ്ടാൽ മതി ഇതിനെ. മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവനം നടത്തുമ്പോൾ അതിൽ എത്ര മാത്രം ഫ്രാങ്ക്നെസ് നമ്മൾ കാണിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം, men build too many walls. ഐസക് ന്യൂട്ടന്റെ വളരെ രസകരമായ ഒരു കോട്ടാണ്, and not enough bridges. Building a bridge in between two minds. രണ്ട് വ്യക്തികളുടെ മനസ്സിലേക്ക്, ഒരു മനസ്സിൽ നിന്നും മറ്റൊരു മനസ്സിലേക്ക് ഒരു പാലം പണിയാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ഈ രണ്ട് വ്യക്തികൾക്കും പാലത്തിലൂടെ നടന്നു വന്ന് അവർക്ക് ജീവിതത്തിൽ പങ്കാളികളായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മൾ അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ മതിലുകൾ പണിയുക. പഴയ കുട്ടിക്കാലം, നമ്മുടെയൊക്കെ കുട്ടിക്കാലം എടുത്ത് നോക്കി അറിയാം, അതിരുകളില്ലാത്ത വീടുകളായിരുന്നു. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകാൻ വേലി പോലും ഉണ്ടായിരുന്നില്ല നാട്ടും പ്രദേശങ്ങളിലൊന്നും. പിന്നീട് അത് വേലിയായി, ഇപ്പൊ അത് മതിലായി. മതിലിന്റെ അടുത്ത് ഇപ്പോൾ ഞാനൊരു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞതാണ്, സാറേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ മതിൽ ഉയർത്തി കെട്ടി പരസ്പരം കാണാൻ പറ്റാത്ത വിധത്തിലാക്കി എന്ന്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമാണ്. സ്ഥിരമായി നായക്കളും പട്ടികളും മതിൽ ചാടി വന്ന് എൻ്റെ ചെരുപ്പ് കടിച്ചു കൊണ്ടുപോകണു, അതുകൊണ്ട് അവര് വരാതിരിക്കാൻ വേണ്ടി, ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉയർത്തി കെട്ടിയത് എന്നാ. പക്ഷേ ഇങ്ങേര് പറയുന്നത് എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് 6 അടിയിലും ഹൈറ്റുള്ള മതിൽ കെട്ടിയതെന്നാണ് ഇങ്ങേരുടെ ഭാഷ്യം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകള് ഏതൊക്കെ നിലയ്ക്ക് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. Call attention to others' mistakes indirectly. Ways to influence people. ആളുകളെ സാധിക്കാനുള്ള മെത്തേഡുകളിൽ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. Call attention to others' mistakes indirectly. നേരിട്ട് താൻ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡീമോട്ടിവേഷൻ ഉണ്ടാകുന്നു. അവിടെ ആളുകൾ എന്തുണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. പക്ഷെ അതല്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? എനിക്കിവിടെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം, ചിലർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ നമ്മുടെ ശൂന്യാകാശത്തേക്ക് ലൈക്ക അല്ലെ, പ്രസാദ് അതാണ് പേര്, ആദ്യമായി ഒരു പട്ടീനെ കയറ്റി അയച്ചത്. ലൈക്ക എന്നുള്ളൊരു പട്ടിയെയാണ് അയച്ചത്. പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം പറയാം. ഇത് പത്രത്തിൽ വന്ന ദിവസം, ശൂന്യാകാശത്തേക്ക് ഈ പട്ടിയെ കയറ്റി അയച്ച ദിവസം പത്രത്തിൽ വന്ന ദിവസം, പുത്തേഴത്ത് രാമൻ മേനോൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വളരെ സ്വാധീനമുള്ളൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് CL ജോസ് എന്ന് പറഞ്ഞ ഒരു നാടക രചയിതാവ്, പിന്നീട് അദ്ദേഹം വളരെ പ്രശസ്തനായി കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ കൃതി മാതൃഭൂമിയിൽ ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അദ്ദേഹം ചെന്നിട്ട് ഈ കൃതി പുത്തേഴത്ത് രാമന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൃതി ഈ നാടകം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്, അങ്ങൊന്ന് ശുപാർശ ചെയ്യണം, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ രാമേനൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രാമേനൻ ചോദിച്ചു, ജോസ് ഇന്നത്തെ പത്രം വായിച്ചോ? അപ്പൊ ജോസ് പറഞ്ഞു, വായിച്ചു. എന്താ പ്രധാന വാർത്ത? നമ്മുടെ ഒരു ലൈക്ക പറഞ്ഞ ഒരു പട്ടീനെ ശൂന്യാകാശത്തേക്ക് കയറ്റി വിട്ടതല്ലേ? അതെ.
അതിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ ജോസെ? കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ശൂന്യാകാശത്തേക്ക് പോകാം. ഇതാണ് മുത്തേത്ത് രാമേനൻ പറഞ്ഞ മറുപടി. കയറ്റി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക, ഇങ്ങനെ റെക്കമെൻഡേഷൻ വന്നതാണ് കയറ്റി വിടാൻ, തന്റെ പ്രസിദ്ധീകരണം. അത് വാങ്ങി നേരെ കഷത്തിൽ വെച്ച് CL ജോസ് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം വന്നത് ശരിയായ ഒരു വഴിയിലല്ല, ശുപാർശയിലൂടെ ഇത് കയറ്റി വിടാനാണ് ഈ തന്റെ കൃതി എന്ന് സൂചിപ്പിക്കുക. ഇതുപോലെ രസകരമായ മറ്റൊരു ഇൻസിഡന്റ് ഉണ്ട്. നമ്മുടെ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, അദ്ദേഹം ആനന്ദ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വലിയൊരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, ഇത് പറഞ്ഞത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത് കൂട്ടിക്കുഴച്ച് പറയുമ്പോൾ ലയനിസത്തിൽ മോശമാക്കി പറയുന്നത് ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ ഈ ലയനിസത്തില് സൂയിങ് മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഒരു 100 പേർക്ക് സൂയിങ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് 10 ആൾക്ക് അന്ന് കൊടുക്കണം. അപ്പൊ ആനന്ദ് ബോസാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി, ചീഫ് ഗസ്റ്റ്. അപ്പൊ ഈ 10 പേർക്ക് ഈ സൂയിങ് മിഷൻ കൊടുക്കാൻ ഈ ആളുകൾ മുഴുവൻ എത്താത്തത് കൊണ്ട് നമ്മൾ അവിടെ വന്ന നമ്മുടെ മെമ്പർമാരുടെ ഭാര്യമാരെ വിളിച്ചിട്ട് അവർക്കാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പക്ഷെ പറയുന്നത് ഡിസർവിംഗ് ആയ ആളുകൾക്ക് ഇത് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സൂയിങ് മിഷൻ വാങ്ങാൻ വരുന്ന ആളുടെ വേഷം കണ്ടാൽ അറിയാം ഇത് സൂയിങ് മിഷൻ വാങ്ങാൻ അതിനേക്കാൾ പ്രാപ്തിയുള്ളവരാന്നുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ആനന്ദ് ബോസിന്റെ പ്രസംഗം ഉണ്ടായിട്ട്, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വലിയ ഒരു സംഭവം, അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത്, മണ്ണാർക്കാട് സൈലന്റ് വാലിയിൽ കുന്തിപ്പുഴയ്ക്ക് കുറുകെ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, കുന്തിപ്പുഴ എന്ന് പറഞ്ഞിട്ട്. മണ്ണാർക്കാട് സൈലന്റ് വാലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ പാലം പണിയണം എന്ന് പറഞ്ഞ് അവിടുത്തെ MP, MLA, പഞ്ചായത്ത് മെമ്പർ ഒക്കെ പാടെ നിരന്തരമായി സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ട് അവിടെ ഒരു പാലം പണിതു. ഈ പാലം പണിയുന്ന എന്തിനാന്ന് ആലോചിച്ചിട്ട്, അന്ന് സൈലന്റ് വാലിയിലേക്ക് ഒരു മനുഷ്യൻ പോവില്ല, മനുഷ്യന് പോകാനും പറ്റില്ല. കുറച്ച് ആദിവാസികൾ മാത്രമാണ്, അവർ ഈ പുഴ ക്രോസ് ചെയ്തിട്ടാണ് പോണത്. പക്ഷേ പാലം പണി കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും വന്നിരിക്കുമ്പോൾ മന്ത്രി പറഞ്ഞു, ഇതിന്റെ ബെനിഫിഷ്യറി ആദിവാസികളായതുകൊണ്ട് ആദിവാസി മൂപ്പനോട് ഒരു ആശംസ പറയാൻ വിളിക്കാൻ. അങ്ങനെ ആദിവാസി മൂപ്പനോട് പറഞ്ഞു. മൂപ്പൻ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ അറിയില്ല, പക്ഷെ ഇവര് പറഞ്ഞു, ഇതുകൊണ്ടുണ്ടായ ഗുണം എന്താന്ന് പറയൂ, കിട്ടിയ ഗുണം. ഇത് ആനന്ദ് ബോസ് ഈ സന്ദർഭത്തിൽ പറയുന്ന പ്രസംഗമാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പൊ ഈ മൂപ്പൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയാ. അദ്ദേഹം പറഞ്ഞു, വളരെയധികം സന്തോഷമുണ്ട് തമ്പുരാന്മാരൊക്കെ പാടെ ഇവിടെ ഒരു പാലം പണിതതിന്. ഇതുവരെ ഞങ്ങൾ ഈ പുഴ നീന്തി കടന്നത് വെയിലും മഴയും കൊള്ളാതെയാണ്. ഈ പാലം വന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. ഇപ്പൊ വെയിലും മഴയും കൊള്ളാതെ പാലത്തിന്റെ അടിയിൽ കൂടെ ഞങ്ങൾക്ക് ഈ പുഴ നീന്തി കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പാലം അവരത് കൂടെ നടത്തുന്നു പോണില്ല, അവര് അപ്പോഴും പുഴ നീന്തി കിടക്കുക. അപ്പോ ഇത് പറഞ്ഞത് എപ്പോഴാ? ഈ സൂയിങ് മിഷൻ കൊടുത്ത് ഈ നമ്മുടെ ഭാര്യമാര് വന്ന് ഈ സാധനം വാങ്ങുമ്പോഴാണ്. അതോട് കൂടിയിട്ട് പിന്നത്തെ സൂയിങ് മിഷൻ കൊടുക്കലൊക്കെ നിർത്തിവെച്ചു ഞങ്ങള് എന്നുള്ളതാണ് സത്യം. സോ കോൾ അറ്റൻഷൻ ടു അതേഴ്സ് മിസ്റ്റേക്സ് ഇൻഡയറക്ട്ലി. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നത് മറ്റൊരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു മാർഗം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ, ലെറ്റ് ദ അതർ പേഴ്സൺ പാർട്ടിസിപ്പേറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻ. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മൾ ഒരാൾക്ക് ഒന്ന് പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കില്ല. നമുക്ക് മൈക്ക് കിട്ടിയോ, നമ്മൾ അത് പ്രസംഗത്തിലല്ല പറയണത്, ബോർഡ് മീറ്റിങ്ങുകളോ ഡെലിബറേഷൻസിലോ ഒക്കെ അത് ഓരോ ആളുകളും പറയുന്നത് ഇവിടെ ഇൻഡയറക്ട്ലി ലിസണിങ് എന്നൊന്നും ഒന്നിലേക്ക് വരുന്നുണ്ട്. ഞാനത് പറയും, നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ നാം അവസരം കൊടുക്കുമ്പോൾ. നമ്മൾ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ നമുക്ക് അറിയാതെ നമ്മളോട് ഒരു ബഹുമാനം ഉണ്ടാവുകയാണ്, റെസ്പെക്റ്റ് ഉണ്ടാവുകയാണ്. അത് നമുക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യും. ലിസണിങ് ഷോസ് റെസ്പെക്ട്, ലിസണിങ് ബിൽഡ്സ് റിലേഷൻഷിപ്സ്, ലിസണിങ് ഇൻക്രീസസ് നോളജ്, listening generates ideas, listening builds loyalty, and finally listening is a great way to help others and yourself. കാരണം നമുക്ക് നല്ല നല്ല ആശയങ്ങൾ കിട്ടും, ഐഡിയാസ് കിട്ടും മറ്റൊരാൾ പറയുമ്പോൾ.
പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പല പ്രോജക്റ്റുകളും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഇത് മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. Another method to influence people: encourage and respect the opinions of other person. Do not say he is wrong. 2 O ആണ് അത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നത്. O വെച്ച് തുടങ്ങുന്ന 2 സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഓക്സിജൻ, 2 ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു ക്ഷാമമില്ല. എല്ലാവരും ധാരാളം അഭിപ്രായങ്ങൾ തരും. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഓക്സിജനും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന 2 സാധനങ്ങളാണ്. പക്ഷേ ഇന്ന് ഓക്സിജൻ ഫ്രീ ആയിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ഓക്സിജൻ പാർലറുകൾ വന്നു തുടങ്ങി. പക്ഷെ അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടും. ഒരാളും പറയുന്ന അഭിപ്രായം തെറ്റാണ് എന്ന് പറയാതെ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ കബീർജി, ഞാനിത് ഷെയർ ചെയ്യാം, ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാം, അത് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കൊടുത്തോളൂ. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് തലയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ നിലയ്ക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. ഇത് ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ ചാറ്റിൽ ഒന്ന് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ദ മോസ്റ്റ് ഡാമേജിങ് 3-letter വേർഡ്, അതേതാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കിറ്റ് എന്നുള്ളതാണ്. ഏതാണ് മോസ്റ്റ് 3-letter ഡാമേജിങ് വേർഡ്? ചാറ്റിൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പറയാം. 3 അക്ഷരമുള്ള ഒരു വേർഡ്. വെരി ഗുഡ്. ആൾക്കാരത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈഗോ. ഡു നോട്ട് അലൗ പേഴ്സണൽ ഈഗോ ടു ഡോമിനേറ്റ്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാ. നോക്കിക്കോളൂ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈഗോ ഈസ് ദ ഓൺലി വേർഡ് ടു കിൽ ആൻഡ് ടൈപ്പ് ഓൺ റിലേഷൻഷിപ്പ്. സോ സ്കിപ്പ് ദ ഇ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. അതാണ് പോട്ടെ. അഹംഭാവം എന്ന് പറയുന്നത് ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയ ആളുകൾ എന്ന് പറയുന്ന ഒരു അവസരം നമുക്ക് തന്നെ അറിയാലോ. പാസ്റ്റ് പ്രസിഡന്റ്സ് എത്രത്തോളം ക്ലബിൽ കൂടുന്നുവോ അത്രത്തോളം വരാൻ പോകുന്ന പാവപ്പെട്ടവർക്ക് പ്രശ്നങ്ങളാണ്. കാരണം പ്രസിഡന്റ് ഒക്കെ പറയുന്നത് വാക്കുകൾ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഗവർണർ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈഗോ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. പേഴ്സണൽ ഈഗോ കുറച്ചൊക്കെ ആവാം, പക്ഷെ അത് ഡോമിനേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് വരരുത് എന്നുള്ളതാണ്. മിസ്റ്റേക്സ് ആർ പെയിൻഫുൾ. തെറ്റുകൾ നമുക്ക് സംഭവിക്കും, പക്ഷെ അതൊക്കെ എന്താണ്, വളരെ പെയിൻഫുൾ ആണ് മിസ്റ്റേക്സ് ഒക്കെ. പക്ഷെ കളക്ഷൻ ഓഫ് മിസ്റ്റേക്സ് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ വരുത്തി തീർത്ത, നമ്മൾ ഇന്നേവരെ ഉണ്ടാക്കിയെടുത്ത തെറ്റുകളെല്ലാം അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഒരു കളക്ഷൻ പോലെ നമ്മൾ ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നാം ആവർത്തിക്കാതിരിക്കുകയും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും നമ്മൾ അത് ഓവർകം ചെയ്തു വരും എന്നുള്ളതാണ്. അഡ്മിറ്റ് മിസ്റ്റേക്സ് ഗ്രേസ്ഫുള്ളി. നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് നല്ല രീതി. 6 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഏതാന്ന് ചോദിച്ചാൽ ഐ അഡ്മിറ്റ്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അത്ര 6 വാക്കുകൾ എന്ന് പറയാം. ഐ ഒരു വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ അഡ്മിറ്റ്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സമ്മാനം കിട്ടും. കേൾക്കുന്നവര് പിന്നീട് അതിന്റെ മീതെ കുതിര കയറില്ല എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 5 HR വേർഡ്സ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ യു ഡിഡ് എ ഗുഡ് ജോബ് എന്നുള്ളതാണ്. യു ഡിഡ് എ ഗുഡ് ജോബ്. 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് കിട്ടുന്നു, തന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ടീമിൽ എന്നുള്ള മനസ്സമാധാനം കിട്ടും.
Third one, three important word, if you please. Two important word, thank you. And the least important word ആണ് I എന്നുള്ളത്. So quickly and empathetically admit our mistake. ഇപ്പോഴൊക്കെ എനിക്കൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് VDG ആണ്. ഞാൻ ഏതെങ്കിലും ഒരു ക്ലബിൽ VDG ഇപ്പോൾ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നാളെ ഓണാഘോഷം തുടങ്ങത്തിന്റെ വിസിറ്റുകളുണ്ട്, ഓണാഘോഷവും വിസിറ്റ് കൂടി ഒരുമിച്ചാണ്. ചില മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ സ്വതസിദ്ധമായ ഹ്യൂമറസ് ആയ ശൈലിയിൽ ഞാൻ ചിലരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളിയാക്കാറുണ്ട്. അത് വലിയ ദോഷമില്ലാത്ത വിധത്തിൽ. പക്ഷേ പരിധി വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഞാൻ കളിയാക്കിയ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്ന ഉടനെ ആ വ്യക്തിനെ ഫോൺ ചെയ്യും. എന്നിട്ട് ഞാൻ പറയും, ബിജു ഞാനിന്ന് പറഞ്ഞാലും ബിജുവിന് വിഷമമുണ്ട് തോന്നുന്നു. അപ്പൊ സ്വാഭാവികം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയത്തെ പറയാം, എനിക്ക് യാതൊരു വിഷമമില്ല, എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ബിജുവിന്റെ അപ്പോഴത്തെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി മുഖം ചുളിഞ്ഞു എന്ന് ബിജു. അപ്പൊ അതുകൊണ്ട് സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. ഈ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ബിജു ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മുടെ സ്വന്തം ആളായി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ബിജു നമ്മുടെ ശിൽബന്തി ആയിട്ടുണ്ടാവും, കൂടെ ശിങ്കടി ആയിട്ടുണ്ടാവും. ഇപ്പൊ ഈ അടുത്തിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. കുറച്ചു പേർക്ക് അറിയാം, വടക്കാഞ്ചേരി ക്ലബിൽ വിസിറ്റിന് പോയി. അപ്പൊ അവിടെ വിസിറ്റിന് പോയപ്പോ ഒരു നല്ല, ഞാൻ അറിയാതെ കോട്ടൊക്കെ ഇട്ടിട്ടാ പോയത്, ഓണാഘോഷാ. അപ്പൊ ഞാൻ കോട്ടിന്റെ കാര്യങ്ങൾ തമാശ പറഞ്ഞപ്പോ സെക്രട്ടറി അടിപൊളി ഒരു മുസ്ലിമാണ്, പേര് നിംസി എന്നാണ് പേര്, മുസ്ലിം ആണാണ്, ജെന്റിൽമാൻ ആണ്. അദ്ദേഹത്തിന് ഒരു നല്ല ഭംഗിയുള്ള കസവ് കരം മുണ്ട് ഉടുത്തിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വലിയൊരു വെട്ടിത്തരം പറ്റി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോട്ടിട്ടിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വൈകുന്നേരം ആയാൽ കോട്ടിട്ടിരിക്കലും ഒരു സ്വഭാവമായി മാറി. ആരെങ്കിലും വിളിക്കും അപ്പൊ അങ്ങോട്ട് പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കോട്ടിട്ടിരിക്കലും സ്വഭാവമായി മാറി. ഓണാഘോഷാന്ന് പറഞ്ഞു. ഇനി ഇത്ര നല്ല മുണ്ട് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഈ മുണ്ട് എനിക്ക് വാടകയ്ക്ക്, ഇയാളുടെ മുണ്ട് ഞാൻ കടമെടുത്തുകൊണ്ട് നാളെ തൊട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ മുണ്ട് കടം വാങ്ങും, എന്നിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ എന്നെ കളിപ്പിക്കരുത്. പിറ്റേ ദിവസം വൈകുന്നേരം എൻ്റെ മൂപ്പർ ഒരു പുതിയ മുണ്ടൊക്കെ വാങ്ങി എനിക്ക് മുണ്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ തമാശ പറഞ്ഞതാണ് സുഹൃത്തെ. അപ്പൊ അങ്ങേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സാർ അത് പറഞ്ഞപ്പോ വിഷമായി എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചില തമാശകൾ അത് അപകടങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയാൻ കൂടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. സോ തെറ്റുകൾ നമുക്ക് പറയാൻ നമുക്ക് സാധിച്ചിരിക്കണം. When it comes to our mistakes, we are very good lawyers. അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ആ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ വാദിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. When it comes to others' mistakes, we are very good judges. അല്ലേ? വളരെ എന്ത് രസകരമായ, സുരേഷ് വാര്യർ ഉണ്ടാക്കിയതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. എവിടുത്തോ എനിക്ക് കിട്ടിയ സാധനം ഞാൻ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. വെൻ ഇറ്റ് കംസ് ടു അവർ മിസ്റ്റേക്സ്, നമ്മുടെ തെറ്റുകളാണെങ്കിൽ നമ്മളൊക്കെ വലിയ വലിയ വക്കീൽമാരാ. ഞാനിത് പ്രിപ്പയർ ചെയ്ത് മിഞ്ഞാന്ന് തൊട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഈ സാധനം എനിക്ക് മിഞ്ഞാന്ന് കിട്ടിയതാ. വാട്സാപ്പിലൊക്കെ വന്ന സാധനമാണ്, ഞാൻ നല്ലതൊക്കെ സേവ് ചെയ്തിടും. ഈ സാധനം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നും ഒക്കെ ഈ ഒരു സാധനമാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. എന്താണ്? വെൻ ഇറ്റ് കംസ് ടു അവർ മിസ്റ്റേക്സ്, we are very good lawyers. When it comes to others' mistakes, we are very good judges. അപ്പൊ ഇത് 3 ദിവസം ഓർത്ത് നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിനനുസരിച്ച് നമ്മൾ വിനയാധീനരാകി മാറുന്നു എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഈ തെറ്റുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആർഗ്യുമെന്റിലേക്കാണ് പോണത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ദ ബെസ്റ്റ് വേ ഈസ് ടു അവോയ്ഡ് ആർഗ്യുമെന്റ്സ്. If you want to influence people, the best way is to avoid arguments. പാടില്ല തർക്കമൊട്ടും. ഒരു തർക്കത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ maybe we will win in arguments, but we are going to lose a good friend. നമുക്ക് നല്ലൊരു സുഹൃത്തിനെ അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. സോ ആർഗ്യുമെന്റ്സും പകരം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സാധനമാണ് ഡിസ്കഷൻ. ക്ലബുകളിലെ മീറ്റിങ്ങിന്, പ്രോജക്റ്റുകൾക്ക്, പ്രോഗ്രാമുകൾക്ക്, ഇതൊക്കെ നമുക്ക് പലപ്പോഴും അവർ പറയുന്നത് ശരിയല്ല എന്ന തോന്നലുണ്ടെങ്കിലും അതൊരു ഡിസ്കഷൻ പോയിന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്കത് മാറ്റാൻ
സാധിക്കണം എന്നുള്ളതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർഗ്യുമെന്റ് ആൻഡ് ഡിസ്കഷൻ എന്നാലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഒരു സൈഡിൽ ആർഗ്യുമെന്റ് ആണ്, ഒരു സൈഡിൽ ഡിസ്കഷൻ ആണ്. ആർഗ്യുമെന്റ് എന്താണ് നമുക്ക് തരുന്നത്? ഇറ്റ് ത്രോസ് ഹീറ്റ് അല്ലെ? നമ്മൾ രണ്ടുപേര് തർക്കിക്കുമ്പോൾ ആ അന്തരീക്ഷം ചൂടായി മാറുക, ആളുകൾ ചൂടാവുന്നു, ഒപ്പം കൂടെ നിൽക്കുന്നവർ രണ്ട് പക്ഷം പിടിക്കുന്നു, അവരും ചൂടാവുന്നു. അറ്റ് ദ സെയിം ടൈം ഡിസ്കഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ത്രോയിങ് ദ ലൈറ്റ് ടു ദാറ്റ് സബ്ജക്ട് ഓർ ടോപ്പിക്. ആ ടോപ്പിക്കിലേക്ക് ഒരു വെളിച്ചം വീശുകയാണ് ഡിസ്കഷൻ നടത്തുന്നത്. സെക്കൻഡ് വൺ, ആർഗ്യുമെന്റ് കംസ് ഫ്രം ഈഗോ ആൻഡ് ക്ലോസ്ഡ് മൈൻഡ്. ആർഗ്യുമെന്റ് എവിടുന്നാ വരുന്നത്? പലപ്പോഴും ആർഗ്യുമെന്റ് ഒരു അടഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അഹംഭാവത്തിന്റെ ഉള്ളിൽ നിന്നോ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ്. ഡിസ്കഷൻ ഇസ് ഓൾവേസ് കംസ് ഫ്രം എൻ ഓപ്പൺ മൈൻഡ്. ഒരു ഓപ്പൺ മൈൻഡിൽ നിന്നാണ് ഡിസ്കഷൻ വരുന്നത്. ആർഗ്യുമെന്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇഗ്നറൻസ്. തർക്കിക്കുന്ന രണ്ടു കൂട്ടർക്കും അതിന്റെ സത്യം ചിലപ്പോൾ അറിയില്ല. ഞാനും ഫസലുദ്ദീനും കൂടി തർക്കം നടക്കുമ്പോൾ ഇപ്പൊ മെന്റൽ ഹെൽത്ത് നമ്മുടെ ഒരു പ്രോഗ്രാമാണ്. ഒക്ടോബറിൽ നമ്മൾ ഒരു വീക്ക് നടത്തുന്നുണ്ട് അതിന്റെ. അപ്പൊ ഫസലുദ്ദീൻ പറയണു നമുക്ക് 8 അല്ല 9 ഗ്ലോബൽ കോസ് ഉണ്ടെന്ന്. ഞാൻ പറയണു 9 അല്ല 10 ഉണ്ട്. സത്യത്തിൽ 8 ഉള്ളൂ. ഈ തർക്കിക്കുന്ന രണ്ടാൾക്കും അറിയില്ല 9 ആണോ 10 ആണോ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഇഗ്നറൻസ്. അറ്റ് ദാറ്റ് സെയിം ടൈം ഡിസ്കഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് നോളജ് എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് the next one, argument is the expression of temper and discussion is the expression of logic. And the last one ആണ് ഏറ്റവും വലിയ രസം. ഞാനും മോഹനം പിള്ളയും കൂടിയിട്ട് ഒരു തർക്കമുണ്ടാകുമ്പോൾ സുരേഷ് വാര്യർ പറഞ്ഞതാ ശരിയെന്ന്, മോഹനം പിള്ള സാറ് പറയും മോഹനം പിള്ള പറയുന്നതാ ശരിയെന്നല്ലേ. he tries to prove who is right, ആരാ ശരി. അല്ലാതെ അവിടെ സബ്ജക്റ്റിന് യാതൊരു ഇതുമില്ല. നേരെ മറിച്ച് ഡിസ്കഷൻ ആണെങ്കിലോ അത് വാട്ട് ഈസ് റൈറ്റ്, ഏത് വിഷയമാണ് അവിടെ പ്രാധാന്യമുള്ളത്, വിഷയത്തിനാണ് അവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നത്, പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളതാണ്. ആൻഡ് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ. ഒരാളുടെ മനസ്സിൽ കയറി പറ്റാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് അപ്രീസിയേഷൻ. ജെന്യുവിൻ അപ്രീസിയേഷൻ. ഡു ഇറ്റ് സിൻസിയർലി ആൻഡ് വിത്ത് യുവർ ഹാർട്ട്. ബി സ്പെസിഫിക്. ഡു നോട്ട് യൂസ് ക്ലീഷേ. സ്ഥിരമായി ചെയ്യുന്ന പല്ലവികളുണ്ടല്ലോ. ഡു ഇറ്റ് വെൻ ഇറ്റ് നീഡ്സ് ടു ബി ഡൺ. ഇന്ന് ഒരു അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യണം. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി ചെയ്തിട്ട് കാര്യമില്ല. ഡു ഇറ്റ് ഇൻ ക്രിട്ടിസൈസ് പ്രൈവറ്റ്ലി ആൻഡ് പ്രേസ് ഹിം പബ്ലിക്കലി എന്നുള്ളത്. അവരെ പബ്ലിക്കായി നമുക്ക് പ്രേസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. ബി ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ അപ്രീസിയേഷൻ. അപ്രീസിയേഷനിൽ സത്യസന്ധമായി നമുക്ക് അപ്രീസിയേഷൻ നടത്താൻ സാധിക്കണം. ഇത് വെറുതെ ഒരു രസകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഐ ആസ്ക്ഡ് ലൈഫ് വൈ ആർ യു സോ ഡിഫിക്കൽട്ട്. നമ്മളൊക്കെ ദൈവത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദൈവമേ, എന്തിനാണ് എൻ്റെ ജീവിതം ഇത്ര വിഷമിപ്പിക്കുന്നത്? എനിക്ക് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കണോ? ജീവിതം. ലൈഫ് സ്മൈൽഡ് ആൻഡ് സെഡ് യു നെവർ അപ്രീഷിയേറ്റ് ഈസി തിങ്സ്. നമ്മളതിന് പഠിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിസ്സാരമായ ഭാഗ്യങ്ങൾ. ബാലകൃഷ്ണൻ ഉണ്ടതില്ലേ, ബാലകൃഷ്ണന് ലഭിച്ച ധാരാളം എന്തുണ്ടാവും, ഈസി ആയിട്ടുള്ള അപ്രീസിയേഷൻസ് ഉണ്ട്, അല്ല ഈസിയായ കാര്യങ്ങളുണ്ട്. ഇതിന് ദൈവത്തിനോട് നന്ദി നമ്മൾ പറയാറുണ്ടോ? കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അങ്ങനെയാകണം എന്ന് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നന്ദകുമാർ ഇപ്പൊ ക്വസ്റ്റിന്റെ ട്രെയിനറായി മാറി. അത് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തൊരു നേട്ടമാണ് അത്. ഇനി നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, ഞാൻ ഗവർണർ ആയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചീഫ് കോച്ച് ആയില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിന് മുന്നേ ഇത് ലഭിച്ചല്ലോ എന്ന് പറയുമ്പോൾ ജീവിതം നമുക്ക് സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. എൻഹാൻസിങ് റിലേഷൻഷിപ്പ്. ഞാൻ 1-2 സ്ലൈഡുകൾ സ്കിപ്പ് ചെയ്യുന്നത് സമയം പോണ്ട എന്നുള്ളത് കൊണ്ടാണ്. കെയർ. ഇഫ് യു കെയർ പീപ്പിൾ will respond powerfully. Fair. If everything is fair, you will gain
മാക്സിമം സപ്പോർട്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ നേരോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. നാം പരിഗണന കൊടുക്കുന്നത്, ശ്രദ്ധിക്കുന്നത് നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ വളരെ പവർഫുള്ളായി ആളുകൾ നമ്മെ അതുപോലെ തന്നെ തിരിച്ച് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഉള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിനായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കണം. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, നിലനിർത്താനുള്ളതായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് 100 ഫ്രണ്ട്സ്. പക്ഷെ ചോദ്യം എന്താണെന്നറിയോ? എത്രത്തോളം നമ്മൾ ഒരു ഫ്രണ്ടിനെ 100 ഇയേഴ്സ് ഫ്രണ്ടായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലാതെ 100 ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ലഭിച്ച ഒരു ഫ്രണ്ടിനെ എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ട് 60, 70, 100 വർഷം ഒരു ഫ്രണ്ടായി കൊണ്ടു നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ് ഡു നോട്ട് റെസ്പോണ്ട് ആങ്കർ വിത്ത് ആങ്കർ. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ നമുക്കുള്ള ബന്ധം കൂടി നഷ്ടപ്പെടുകയുള്ളൂ. ആങ്കർ ഈസ് 1 ലെറ്റർ ഷോർട്ടർ ദാൻ ഡേഞ്ചർ. ഡി ചേർത്ത് കഴിഞ്ഞാൽ അത് ഡേഞ്ചറായി മാറി എന്നുള്ളതാണ്. ക്രിറ്റിസിസം ഏറ്റവും അധികം നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആവാം, പക്ഷെ അതെങ്ങനെയുള്ളതാകരുത്. അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിമർശിക്കുന്നത് അത് അപമാനകരമാണ്. ഒരാളെ എങ്ങനെയും അടിച്ചിരുത്തണം, അതിനുവേണ്ടി നാം വിമർശിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെയാണോ നാം വിമർശിക്കപ്പെടുന്നത് അയാൾ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും നിഷ്പക്ഷരായ ആളുകൾ പോലും നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ നമ്മുടെ ഉള്ളിൽ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു മതിൽ പണിയുന്നത്. പക്ഷെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമുക്ക് അത്യാവശ്യമുള്ളതാണ്, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നെവർ ട്രസ്റ്റ് ദ ഡൗട്ടഡ് വൺസ്. നമുക്ക് സംശയമുള്ളവരെ ഒരിക്കലും നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത്. ആൻഡ് ദ സെക്കൻഡ് വൺ, നെവർ ഡൗട്ട് ദ ട്രസ്റ്റഡ് വൺ. അല്ലെ? നെവർ ട്രസ്റ്റ് ദ ഡൗട്ടഡ് വൺസ്. സംശയമുള്ളവരെ ഒരിക്കലും നാം ട്രസ്റ്റ് ചെയ്യരുത്. ട്രസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഒരിക്കലും നാം എന്ത് ചെയ്യരുത്? സംശയിക്കാനും പാടില്ല എന്നുള്ളതാണ്. കാരണം God has given us real eyes to realize the real lies. God has given us real eyes. നമുക്ക് യാഥാർത്ഥ്യത്തോടെ കാണാൻ പറ്റുന്ന കണ്ണുകൾ തന്നിട്ടുണ്ട്. ടു റിയലൈസ്, എന്ത് ബോധ്യപ്പെടാൻ? ദ റിയൽ ലൈസ്. സത്യസന്ധത എന്താണെന്നും നുണ എന്താണ് എന്നും മനസ്സിലാക്കാനുള്ള ട്രാൻസ്പെറന്റ് ആയ കാഴ്ചശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലൂടെ ആളുകളെ കാണാനും അവർ ചെയ്യുന്ന പ്രവർത്തികൾ മനസ്സിലാക്കാനും സാധിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആളുകളെ മനസ്സിലാക്കാനും പീപ്പിൾ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും വലുത്. മാനേജ്മെന്റ് എന്നുള്ളത് തിരിച്ചെഴുതി കഴിഞ്ഞാല് മാനേജ്മെന്റിലെ മാനേജ്മെന്റ് ടാക്ട്ഫുള്ളി എന്ന് പറയും നമുക്ക് വായിക്കാം. മാനേജ്മെന്റ് ടി ഫോർ ടാക്ട്ഫുള്ളി. മാനേജ്മെന്റ് ടാക്ട്ഫുള്ളി. ആളുകളെ തന്ത്രത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ കയറിപ്പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹ്യൂമൻ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ചെറിയ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ചോ? കാരണം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കമാൻഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നടത്താൻ പറ്റും തോന്നുന്നുണ്ടോ? ഇന്ന് തന്നെ നമ്മൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് ഏകദേശം 30ഓളം പേര് അല്ലേ കബീറെ? 30ഓളം പേരാ. നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കോളൂ. വേണമെങ്കിൽ ഡിജിയോട് പറയാ,
ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100ഉം 200ഉം 400ഉം 500ഉം ആവും. പക്ഷെ അങ്ങനെ നിർബന്ധിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? അവർ അറ്റൻഡൻസ് ഇതേപോലെ ഓണാക്കി വെച്ചിട്ട് വേറെ വല്ല വഴിക്ക് പോയിണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. മാർക്കറ്റിംഗ് പോലും അങ്ങനെയപ്പോ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിലൂടെ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതലായിട്ട് ഈ വിഷയം ദീർഘിപ്പിക്കുന്നില്ല. 9:15 എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നത് പറഞ്ഞുതരാം. ഇതൊന്നും ഒരു എന്താ പറയുക റെഡി റെക്കനർ പോലെയുള്ള സംഭവങ്ങളല്ല. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും നമ്മൾ പകർത്തിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു സുരേഷ് സാർ. വളരെ ഗംഭീരമായിരുന്നു. 2 മിനിറ്റ് ഈ കുറഞ്ഞ സമയം കൊണ്ട് വളരെ രസകരമായി. എനിക്ക് അതാണ് എന്റെ സാറിന്റെ ട്രെയിനിങ്ങിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായ മലയാളത്തിൽ വളരെ ആർക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയുള്ള ട്രെയിനിങ്ങിലാണ്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലാവും എന്ത് ഭംഗിയായി നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ളവരെ എങ്ങനെ നമ്മളിലേക്ക് ബന്ധങ്ങളെ സൃഷ്ടിക്കാമെന്ന് വളരെ നല്ല വാക്കുകൾ പറഞ്ഞു തന്ന അങ്ങേക്ക് അങ്ങേറ്റം സന്തോഷവും പങ്കുവയ്ക്കുന്നതിനൊപ്പം ആർക്കെങ്കിലും 2 പേർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം തരാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്താലും മതി. ഓക്കെ, ആരുമില്ലേ? സാർ സൂപ്പർ. ഞാൻ അനിൽ തിരുമല. വളരെ ഗംഭീരമായിട്ടാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. ഹലോ, കേൾക്കാമോ? കേൾക്കാനല്ലേ, പറഞ്ഞോ. വളരെ ഭംഗിയായിട്ട് RLLIക്കൊക്കെ സാർ എടുത്തതുപോലെ തന്നെയുള്ള ക്ലാസ്സുകളാണ്. വളരെ സിമ്പിളായിട്ട് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു. വളരെ സന്തോഷം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. സുരേഷ് സാറേ, നമസ്കാരം. താങ്ക് യു അല്ലേ. മറ്റാരെങ്കിലും കൂടെ, ഒരാൾക്കൂടെ? ഹലോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം കബീർ സാർ, സുരേഷ് സാർ. നമസ്കാരം. സാറേ, സാറിന് ഓർമ്മയുണ്ടോ അറിയാം, ഞാൻ RLLIലേക്ക് സാറിന്റെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ മനോഹരമാണ്. എത്ര ഉറക്കം വരുത്തേയില്ല സാറിന് ക്ലാസ് കണ്ടിരുന്നത്. ഇവിടെ തന്നെയാണ് സംഭവിച്ചത്. വളരെ സിമ്പിളായിട്ട് രീതിയിൽ ആദ്യമേ മാഗ്നറ്റ് തന്നെ ഒറ്റ ഇതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ച കഥകളിൽ കൂടെ അതൊക്കെ സാറിന് പറഞ്ഞ പിന്നെന്താ ആ പേപ്പർ കൊണ്ടുവന്ന ആളുടെയൊക്കെ രൂപം ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത്ര ഭംഗിയായിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. അതാണ് സാറിന്റെ ഒരു പ്രത്യേകത. വളരെ സിമ്പിളായിട്ട് അതും ചിരിച്ചുകൊണ്ട് മനോഹരമായിട്ട് ചെയ്തു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അവസാനം അത് എൻഡ് ചെയ്തതും വളരെ ഭംഗിയായിട്ട് 2-3 കൊട്ടേഷൻസ് നമുക്ക് ഉപയോഗിക്കാതെ തന്നു. വളരെ മനോഹരം. ഈ സായാഹ്നം ഇങ്ങനെ ആക്കിയതിൽ സന്തോഷം. ഒരിക്കൽ കൂടി സാറിനെ കണ്ടതും ട്രെയിനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതും. താങ്ക് യു സർ. താങ്ക് യു കബീർ സർ ഫോർ ബ്രിങ്ങിങ് ശ്രീ വരിയർ സർ ഫോർ ദിസ് ട്രെയിനിങ്. താങ്ക് യു. ഹലോ, മോഹൻപിള്ള സാർ പറയണം. Kabirdas, congratulations for bringing this great man. Okay. Thank you. That's a very good. That's very good. വളരെ നന്നായി തന്നെ ആ ഒരു വിഷയം ഹ്യൂമൻ മാഗ്നറ്റ് എന്നുള്ളത് വളരെ വിഷയം ഗംഭീരമായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തു. പല പുതിയ അറിവുകളും നമുക്ക് കിട്ടി. ആ അറിവുകൾക്കൊക്കെ ഒരു ലയൺ എന്നുള്ള രീതിയിൽ, സീനിയർ ലയൺ എന്നുള്ള രീതിയിൽ വളരെയേറെ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇനിയും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം ഈ സ്കീമിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ once again I thank you Suresh ji for that excellent class. Thank you മോഹൻ സാറേ. താങ്ക് യു സർ. സാറിന്റെയൊക്കെ വാക്കുകളിലാണ് നമുക്ക് പ്രചോദനം മുമ്പോട്ട് പോകാൻ.
താങ്ക് യു സർ. അപ്പൊ നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഫസലുദ്ദീൻ അവരെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ ലയൺ കബീർദാസ്, ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കേട്ടോ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞോളൂ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ DG ലയൺ ജെയിംസ് ജോ വളരെ മനോഹരമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് വിശാലമായ ഒരു ക്ലാസ് നയിച്ച നമ്മുടെ ബഹുമാനായ MJF ലയൺ സുരേഷ് വാര്യർ സാർ, ബാക്കി ബഹുമാനരായ ലയൺ ലീഡേഴ്സ്, നമസ്കാരം. ചെറിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചത്. നമ്മുടെ ഈ വർഷം തന്നെ ഒരു പ്രോഗ്രാം ആർട്ടിംഗ് ക്ലബിൽ അദ്ദേഹം വന്ന് ചെയ്തിരുന്നു. സോൺ ലെവൽ ലീഡർഷിപ്പ്, അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അദ്ദേഹമാണ് ഇന്നിവിടെ അന്ന് ആർട്ടിംഗ് ക്ലബിൽ വെച്ച് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ട്രെയിനിങ് സെഷനിൽ കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ലയൺസത്തിൽ പ്രാവർത്തികം ആക്കേണ്ടതാണ്. 20 പേരെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞത് നമ്മളെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചില്ലെങ്കിൽ തന്നെയും നമുക്കൊരു ദിവസം ഒരു 5 പേരെയെങ്കിലും ഒരു ദിവസം സുഹൃത്തുക്കളെ ഫോൺ വിളിക്കാൻ പറ്റിയാൽ അതൊരു നേട്ടം തന്നെയായിരിക്കും. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഒരാളെ ഫോൺ വിളിക്കാൻ പറ്റൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഒരാളെ ഫോൺ വിളിച്ചാൽ ആ എത്ര വലിയ സുഹൃത്തായാലും അദ്ദേഹം ആ ഫോൺ വിളി തന്നെ വരാതിരിക്കാൻ വേണ്ടി പരമാവധി പൈസ ചെലവാക്കും. പരമാവധി പൈസ ചെലവഴിച്ച് മന്ത്രവാദികളെ കാണും. പിന്നെ അദ്ദേഹം പറഞ്ഞ കാറ്ററാക്ട് സർജറിയെ കുറിച്ച് എനിക്കും ആ കാര്യത്തിൽ വളരെ വലിയൊരു അനുഭവമുണ്ട്. നമുക്ക് ലയൺസത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ വന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു 15 വർഷം മുമ്പാണ് ഞാൻ ഒരു ഭാരവാഹിയും ആകാത്ത ഒരു സമയത്ത് എന്നെ കാറ്ററാക്ട് സർജറിയുടെ എന്താണ് DC ആയി, അതിന്റെ ഇൻചാർജായി, കൺവീനറായി. അന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു വയസ്സായ ലേഡി, അവർക്ക് വീട്ടിൽ ആരും ഇല്ലായിരുന്നു, കുടുംബത്തിൽ ആരുമില്ല, ഒരു 10-75 വയസ്സ് വരും. നമ്മളൊരു LP സ്കൂളിലാണ് അവർ രാത്രി വന്ന് കിടക്കുന്നതും രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭിക്ഷയൊക്കെ തണ്ടി വീണ്ടും വൈകുന്നേരം അവിടെ വന്ന് കിടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ അവരെ കാറ്ററാക്ട് സർജറി ആ ഇതിന് വരികയും നമ്മളെ ബജാൻ സിംഗ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 2 കണ്ണുകളും പൂർണ്ണമായിട്ടും കാഴ്ചയില്ലായിരുന്നു. അവർ എങ്ങനെ നടന്നൊന്നും ആർക്കും അറിയില്ല. പൂർണ്ണമായിട്ടും 2 കണ്ണും കാഴ്ചയില്ലാത്തവരെ 2 കണ്ണും ഒരുമിച്ച്